Welcome to Vimalagiri International School, Muvatupura. Admissions are now open for the academic year 2026-2027. കൈകൊട്ടിയാൽ പറന്നെത്തുന്ന കാക്കക്കൂട്ടം സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി വാരപ്പെട്ടിയിലെ വിജയൻ ചേട്ടൻ. ഭൂതായ എന്നത് വെറും വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് കാണിക്കേണ്ടതെന്ന് തെളിയിക്കുകയാണ് വാരപ്പെട്ടി എടാട്ടുവീട്ടിൽ വിജയൻ. വാരപ്പെട്ടിക്കാർക്ക് ഇന്ന് വിജയൻ ചേട്ടൻ വെറുമൊരു അയൽവാസിയല്ല, മറിച്ച് മിണ്ടാപ്രാണികളുടെ ഉറ്റ തോഴനാണ്. ദിവസവും പുലർച്ചെ വിജയൻ ചേട്ടൻ കൈകൊട്ടുമ്പോൾ ആകാശത്തുനിന്ന് കൂട്ടത്തോടെ പറന്നിറങ്ങുന്ന കാക്കകൾ ഇന്ന് ഈ നാട്ടിലെ കൗതുകകരമായ കാഴ്ചയാണ്. വിജയൻ ചേട്ടൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് തൻ്റെ വീട്ടുമുറ്റത്തെത്തുന്ന കാക്കകൾക്കും പൂച്ചകൾക്കും ഭക്ഷണം നൽകിക്കൊണ്ടാണ്. നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഇവർക്കായി ചോറ് തയ്യാറാക്കും. മുറ്റത്ത് നിരത്തി വച്ചിരിക്കുന്ന ഇലകളിൽ ചോറും മറ്റു പാത്രങ്ങളിൽ കുടിക്കാനായി വെള്ളവും ഒരുക്കി വെച്ച് വിജയൻ ചേട്ടൻ ഒന്ന് കൈകൊട്ടിയാൽ മതി. എവിടെ നിന്ന് ഇന്നില്ലാതെ കാക്കക്കൂട്ടം മുറ്റത്തേക്ക് പറന്നിറക്കും. 15-ലധികം കാക്കകളാണ് എല്ലാ ദിവസവും മുടങ്ങാതെ ഇവിടെ വിരുന്നെത്തുന്നത്. ആഹാരം കഴിച്ച ശേഷം പാത്രത്തിൽ കരുതി വച്ചിരിക്കുന്ന വെള്ളവും കുടിച്ചാണ് ഈ അതിഥികൾ മടങ്ങാറുള്ളത്. കാക്കകൾ മാത്രമല്ല, നിരവധി പൂച്ചകളും വിജയൻ ചേട്ടന്റെ സ്നേഹത്തണലിൽ ഇവിടെ അന്തേവാസികളാകാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഭാര്യ വത്സയാണ് കാക്കകൾക്ക് ഭക്ഷണം നൽകുന്ന ഈ ശീലം തുടങ്ങിയതെന്ന് വിജയൻ ചേട്ടൻ സ്നേഹത്തോടെ ഓർക്കുന്നു. ഭക്ഷണം ഞങ്ങൾക്ക് നേരത്തെ കൊടുത്തു തുടങ്ങിയത്, വളരെ കാലങ്ങൾ എൻ്റെ ഭാര്യ കൊടുത്തതാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഇത് എല്ലാ കാക്കകളും ഇപ്പോൾ 15-20ഓളം കാക്കകൾ വരാറുണ്ട്. അവർക്ക് ഭംഗിയായിട്ട് ഞങ്ങൾ ആദ്യം കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ പൂച്ച ഉണ്ട്, അതിനും ഒരു പ്ലേറ്റ് കൊടുക്കും. ഈ കാക്ക എന്ന് പറയുന്നത് നമ്മുടെ പിതൃക്കൾ പണ്ട് മരിച്ചുപോയ പിതൃക്കൾ ഭൂമിയിൽ വരുന്നതാണെന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശ്രാദ്ധ വിജയം കിട്ടി കഴിഞ്ഞാൽ ലാസ്റ്റ് കാക്കയ്ക്ക് കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ഏകദേശ രൂപം വെച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാ പക്ഷികൾക്കും അതിൻ്റെ ഗുണമുണ്ട്. ഈ രാവിലെ ഒരു 3:30 ഇഴയ്ക്കുന്നതാണ് പറയുന്നത്. ബ്രാഹ്മമുഹൂർത്തം തുടങ്ങുന്നത് 3:30-ക്കാണ്. ഈ സമയത്ത് പക്ഷികളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന സമയമാണ്. അങ്ങനെയാണ് ഈ പക്ഷികളുടെ ഒച്ച പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ മനുഷ്യൻ മനസ്സിലാക്കണം. ഇന്ന് എല്ലാം അതിനെ കൊന്നൊടുക്കുകയാണ്. അഹിംസ, സത്യം, ബ്രഹ്മചര്യം, അസ്തേയം, അപരിഗ്രഹം, ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഒരു വലിയവനായി മാറാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ തുടങ്ങി വെച്ച ഈ നല്ല ശീലം ഇന്ന് വിജയൻ ചേട്ടൻ തൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിയിരിക്കുകയാണ്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ മിണ്ടാപ്രാണികളെ സ്വന്തം കുടുംബ അംഗങ്ങളെ പോലെ കരുതുന്ന വിജയൻ ചേട്ടൻ സമൂഹത്തിന് വലിയൊരു മാതൃകയാണ്. സഹജീവികളോടുള്ള ഈ കരുതൽ വരും തലമുറയ്ക്കും ഒരു വലിയ പാഠമാണ് നൽകുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ നേർക്കാഴ്ചയായി വാരപ്പെട്ടിലെ ഈ വീട് മാറിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.